ശരി ആ തണ്ണിമത്തനെ ആടിന് മുറിക്കാണ്. നിന്നെയൊന്നും പെട്ടിട്ടില്ല, വന്ന് നോക്കിയോ? നിങ്ങളൊക്കെ പെട്ടു. അയക്കാനില്ല. അല്ല നിങ്ങളില്ല, നിങ്ങൾ ആടിന് ആടിന് തണ്ണിമത്തം മുറിച്ചിട്ട് കൊടുക്കാൻ എന്റെ ആടുമക്കൊക്കെ ആ സൗണ്ടൊക്കെ കേൾക്കുന്നു. അപ്പൊ എന്റെ മക്കൾക്ക് തിന്നാൻ കൊടുക്കട്ടെ. അതാ മൂന്നാളിനെ കെട്ടിയിട്ടിരിക്കാണ് ഇവിടെ വെയിലത്ത്. എന്തോ ഒരു പ്രശ്നം തോട്ടിനുള്ള ഇറങ്ങിയിട്ട് വിളിച്ചു. ഞാൻ കുളിച്ചിരിക്കാണ് മേലൊക്കെ. എന്താ പറഞ്ഞ തോട്ടിൻ്റെ ഉള്ളിൽ ഇറങ്ങിയിട്ട് അത് ഇവര് വെറുതെ കാട്ടിയപ്പോ ഓരോ തള്ളുകളി. അപ്പൊ മൂന്നാളും പോയാ മൂന്നും വഴിക്കാണെങ്കിൽ കുഴപ്പമില്ല, ഒരേ വഴിക്കല്ലേ. മിന്നുവിന്റെ പ്രശ്നം, മിന്നുവിനെ പനിക്കൂട്ടണിക്കില്ല വിട്ടത്ര. മറ്റേവന്റെ ആൾക്കാരല്ലേ, എങ്ങനെ ഇവനിക്കാവും? അങ്ങനെ കുത്ത്. അന്ന് താത്ത വട ചൂടുന്നുണ്ട്. ഞാൻ 2 മാങ്ങ എനിക്ക് നോമ്പ് തുറക്കാൻ. നോമ്പുള്ളവർക്കൊക്കെ തരൂല താത്ത. ഞാൻ പറഞ്ഞ കച്ചവടത്തിന് ഉണ്ടാക്കി വെക്കുകയും പറഞ്ഞിരിക്കാണ് താത്ത. ഉണ്ടാക്കി വെക്കി ബദരിങ്ങ ആണ്ടാണ് ആന്ന്. വട സൂപ്പറായിരിക്കും താത്തയൊക്കെ ചുട്ട. താത്ത നെയ്യപ്പം വടയൊക്കെ ചുട്ട് കച്ചവടം ചെയ്ത് നല്ല കച്ചവടം ആയിരിക്കും. ശരി നമ്മുടെ എന്നിട്ട് ഞാൻ പറഞ്ഞു ഞാനില്ല ഈത്തപ്പഴം ആടിന് കൊടുക്കും. നോമ്പ് തുറക്കുന്നത് എപ്പോഴും കൊടുക്കും ഈത്തപ്പഴം. അത് കാരണം എന്റെ ആടുകൾക്ക് ഈത്തപ്പഴം ഇഷ്ടമാണ്. ഈത്തപ്പഴം ഇനി 1 കിലോ വാങ്ങിച്ചു വന്നിട്ട് കൊടുക്കാ പറഞ്ഞിട്ടില്ല. നിങ്ങക്ക് ഞാൻ ഈത്തപ്പഴം വാങ്ങിക്കൊണ്ടുവന്ന് തരാട്ടാ നോമ്പ് തുറന്നിട്ട് എന്ന് ഇക്ക പറയാനേ. ഇക്കേ പിന്നെ ഞാൻ നോമ്പ് വന്നിട്ട് ഈത്തപ്പഴം വാങ്ങിക്കൊണ്ടുവന്ന് തരാം. കറണ്ട് ഉച്ചയ്ക്ക് വരുള്ളൂ, കറണ്ട് പോയിക്കാണ്. അപ്പൊ ഉള്ളിലൊന്നും ഇരിക്കാൻ പറ്റാണ്ട് പുറത്ത് വന്നിരിക്കാണ്. അതന്നെ, കറണ്ട് ഇല്ലാണ്ട് ഉള്ളിൽ ഇരിക്കാൻ പറ്റുമോ ഇത്ര ചൂടത്ത് അല്ലേ? ജീരകവും ഒക്കെ കൂടി അങ്ങോട്ട് അരക്ക്. എന്തിനാ പറഞ്ഞു കൊടുക്കുന്നത്? അതാ ജീരകം പാലപ്പോലെ അതെന്താ റെഡിമേഡ് എന്നൊക്കെ ഒരു പേര്? ഞങ്ങൾ റെഡിമേഡ്. ഓ അങ്ങനെ ഉസ്താദിന് വേണ്ടി ചെയ്യും. അങ്ങനല്ലേ? മുട്ടപ്പാലാണ് പോലെ അത് എന്റെ ഉമ്മ ചെയ്യും ഈ പറഞ്ഞത് ജീരകപ്പം. എന്റെ ഉമ്മ ജീരകപ്പം എന്ന പേരേന്. ഇതെന്ത് റെഡിമേഡ് അപ്പ ഞാൻ ഫസ്റ്റ് ആയി കേൾക്കും. പറട്ടെ അന്ന് പിന്നെ തീ കണലുണ്ടാവുമല്ലേ, നെയ്ച്ചട്ടിയില് അങ്ങനെ അരച്ചിട്ട് അങ്ങനെ ഒഴിച്ചു വെച്ചിട്ട് അടിയിൽ മുകളിൽ തീയിട്ടിട്ട് അങ്ങനെ ഇത് കക്കിരിക്കായി. എല്ലാം എന്റെ മക്കൾ എല്ലാം എന്റെ ആടുമക്കൾ കഴിക്കട്ടെ. കക്കിരിക്കായി, തണ്ണിമത്തൻ, ഈത്തപ്പഴം ഒക്കെയാണ് കൊടുക്കുക നോയമ്പാകുമ്പോ. നോയമ്പ് വെറുതെ വന്ന് പ്രാർത്ഥിക്കും എന്റെ ആടുമക്കൾ. ജ്യൂസ് കിട്ടും അവർക്ക്, തരിക്കഞ്ഞി, ജീരകക്കഞ്ഞി ഒക്കെ കിട്ടുമല്ലോ. അതുകൊണ്ട് എന്റെ ആടുമക്കളില്ലേ അപ്പൊ പറയും ആവൂ അള്ളാ എപ്പോഴും നോയമ്പായിരിക്കട്ടെ, ബർക്കത്ത് കൊടുക്കട്ടെ അവർക്കൊക്കെ, ഞങ്ങക്ക് തരുന്നവർക്കൊക്കെ ബർക്കത്ത് കൊടുക്കട്ടെ പറഞ്ഞിട്ട് അവര് തേടും. ഇതാ ഉറുമ്പ് കടിച്ചാ. ഞാനിവിടെ വന്ന് കുഴപ്പമില്ല, ഇത് കഴിയട്ടെ എന്നിട്ടിരിക്കാം. നിങ്ങൾ പെടില്ലേ? അതിന് വേണ്ടിട്ടിരിക്കാണ്.
നമ്മുടെ ശരീരമൊക്കെ സോക്കി വെക്കാതെ പറ്റില്ല. എന്റെ സായി പറയേ എന്റെ തടിയൊക്കെ ഷോക്കേസിൽ ഞങ്ങൾ ആരും ഉറക്കൂല്ലല്ലോ, ആർക്കും ഉറങ്ങാനൊന്നും പറ്റില്ല. എനിക്കില്ലേ രാത്രിയാണോ പണി, എനിക്ക് വെയിലൊളിച്ച പണിയാണ്. എനിക്ക് പകല് ചെയ്യാൻ വയ്യ, ക്ഷീണം തോന്നുക എന്തൊക്കെയോ. രാത്രി മണിക്കൂർ കിടക്ക്